അസ്സലാമു അലൈക്കും. നമുക്ക് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ പ്രഗ്നൻസി ടൈം കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം, കഴിക്കാൻ പറ്റാത്ത ഭക്ഷണം, അങ്ങനെ എന്തൊക്കെയാണ്, എന്ത് അറിഞ്ഞാലും നമുക്ക് ഒരു ഡൗട്ട് തന്നെയാണ്. ഇത് കഴിക്കാൻ പറ്റുമോ, അത് കഴിക്കാൻ പറ്റുമോ? അത് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ച് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് ഫസ്റ്റ് സെമിസ്റ്റർ ആ ഒരു ടൈം കഴിക്കാൻ പറ്റുന്ന ആ ഒരു ടൈമാണല്ലോ നമുക്ക് കുഞ്ഞിന് വളർച്ച ഉണ്ടാകുന്ന ടൈം. ആ ഒരു ടൈം കഴിക്കാൻ പറ്റുന്ന ഫുഡിനെ പറ്റി പറയുന്നത് പ്രോട്ടീൻ, കാൽഷ്യം, ഫോളിക് ആസിഡ് ഇവയെല്ലാം അടങ്ങിയ ഭക്ഷണം ആദ്യ മാസങ്ങൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വാരി വലിച്ച് നമ്മൾ കഴിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഒരു ഡയറ്റ് വെക്കുക, ഒരു കണക്ക് ലിമിറ്റായ ഒരു ഭക്ഷണ രീതി വെച്ച് ഫസ്റ്റ് മുതലേ അത് ശീലിച്ചു വരും. പാലുൽപ്പന്നങ്ങൾ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മൾ കുടിക്കുന്നതിൽ ഫസ്റ്റ് സെമിസ്റ്റർ ആ ഒരു ടൈം കുടിക്കുകയാണെങ്കിൽ അത് അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ട് വരുന്ന കാൽഷ്യം, വിറ്റാമിൻ ഡി, പ്രോട്ടീൻ, ഫോളിക് ആസിഡ് ഇതൊക്കെയാണ് നമുക്ക് ആ പാലിലൂടെ കിട്ടുന്നത്. അപ്പോൾ അതെന്തായാലും നിർബന്ധമായിട്ട് ഡെയിലി പാല് കുടിക്കുക, അത് ഒഴിവാക്കരുത്. മുട്ടാന്ന് ചോദിച്ചാൽ ഡെയിലി കഴിക്കുക. ആ മുട്ട കഴിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് വിറ്റാമിൻസ് നമ്മുടെ ശരീരത്തിൽ കയറും. എ, B2, B5, B6, B12, D, E, K എന്നിങ്ങനെ ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് മുട്ട. ഇലക്കറികളും പഴങ്ങളും ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മളെന്താ വെച്ചാൽ ഈ ഒരു ടൈം നമുക്ക് എത്ര ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുമോ അത് കഴിക്കുക. കാരണം അതിലൊക്കെ ഒരുപാട് വിറ്റാമിൻസും പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട്. ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. നമ്മൾ ബീൻസ്, പീസ്, അവക്കാഡോ, ഓറഞ്ച്, നാരങ്ങ ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണങ്ങളാണ്. ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ തലച്ചോറിനും സ്പൈനിൻ്റെയും വളർച്ചയ്ക്ക് ഒരുപാട് യൂസ്ഫുള്ളായ ഒരു സാധനം ഫോളിക് ആസിഡ്. അപ്പോൾ ഇതൊക്കെ കഴിക്കുക. പിന്നെ കഴിക്കുന്നത് നമ്മൾ ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട്സിൽ തന്നെ ഒരുപാട് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള നമ്മൾ ബനാന, പിന്നെ പേരക്ക, സ്ട്രോബെറി, ആപ്പിള്, പിന്നെ അനാർ ഇവയൊക്കെ എന്തായാലും നിർബന്ധമായിട്ട് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. ഇതെന്ന് വെച്ചാൽ കുഞ്ഞിന് ആവശ്യമായ ധാതുക്കൾ, ആൻറ്റി ഓക്സിഡൻസും കൂടുതലായിട്ട് ലഭിക്കും. ഇതൊക്കെ ഈ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത്. ഈ ഫ്രൂട്ട്സ് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ധാന്യങ്ങൾ, പിന്നെ നട്ട്സ് ഇതെന്ന് വെച്ചാൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എങ്ങനെയാണോ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിനും കൊടുക്കണം. അപ്പോൾ ഇത് കഴിക്കുന്നതിലൂടെ നമ്മളെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഏറെ ആവശ്യമായ ഘടകങ്ങളാണ് അതിലുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഈ ധാന്യങ്ങളും നട്ട്സും കഴിക്കുന്നതിലൂടെ കാർബോഹൈഡ്രേറ്റ്സും ഫൈബറിൻ്റെയും ധാതുക്കളുടെ എല്ലാ ശേഖരണങ്ങളും അതിലുണ്ട്. അപ്പോൾ അത് കഴിക്കുന്നതിലൂടെ നമ്മളെ കുഞ്ഞിന് നല്ല വളർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെന്തായാലും കഴിക്കാം. നമ്മളെ മീനും ഇറച്ചിയും ഇത് രണ്ടും ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അത്യാവശ്യം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുക. ഈ മീൻ കഴിക്കുന്നതിലൂടെ നമുക്ക് ഒമേഗ 3, പ്രോട്ടീന്, പിന്നെ ഫാറ്റി ആസിഡ്, വിറ്റാമിൻ B2, D, E, ആരോഗ്യകരമായ കൊഴുപ്പ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ മീൻ കഴിക്കുന്നതിലൂടെ നമുക്ക് നമ്മളെ ശരീരത്തിൽ എത്താൻ പോകുന്നത്. അതുപോലെ ഇറച്ചി തിന്നുന്നതിലൂടെ നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഇറച്ചി. അതിൽ സിങ്ക്, പ്രോട്ടീൻ, അയൺ അങ്ങനെ ഒരുപാട് എന്താ പറയണ്ടേ വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇടയ്ക്ക് നമുക്ക് എങ്ങനെയാണോ കഴിക്കാൻ പറ്റുക ആ ഒരു രീതിയിൽ അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഫുഡൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നമ്മളെ ഭക്ഷണത്തിൽ സാധാരണക്കാരായാലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു ഭക്ഷണമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മുതലേ ഇങ്ങനെ നോക്കി നല്ല ആരോഗ്യകരമായൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കുക. നിങ്ങളെ കയ്യിലാണ് നിങ്ങളെ കുഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ല ഭക്ഷണം കഴിച്ച് നല്ലൊരു കുഞ്ഞിനെ തന്നെ നേടിയെടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.